നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സയൻസിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. ഇന്ന് ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്? സയൻസ് മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ ശാസ്ത്രം, സയൻസ്, ബയോളജി, കൂടുതൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്തതാണ്, ചോദിച്ചതാണ്. അതില് ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ഒരു ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നത്? മൂലകങ്ങളുടെ പേരൊന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. സിംബലുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ സിംബലുകളൊക്കെ നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമാണ് അത് എന്തുമായി ബന്ധമുള്ളതാണ് എന്നുള്ളത് അറിയുള്ളൂ. ഈ CF എന്താണ്? CF എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലിഫോർണിയമാണ്. CF എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാലിഫോർണിയം. കാലിഫോർണിയം 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 എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്റെ പേരല്ല, ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ന് നമുക്കറിയാം. CFന്റെ ആറ്റമിക് നമ്പർ 98 ആണ് കേട്ടോ. അറ്റോമിക നമ്പർ 98. CF ആറ്റോമിക നമ്പർ 98 കാലിഫോർണിയമാണ്. അടുത്തത് എന്താണുള്ളത്? ഓപ്ഷൻ ബി എന്താണ്? MD ആണ്. MD മെന്റലീവിയം ആണ്. എന്താണ്? മെന്റലീവിയം. ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലെ. മെന്റലീവ് പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ്. ദിമിത്രി മെന്റലീവിനെ കുറിച്ചൊക്കെ. അപ്പൊ സോ മെന്റലീവിയം അറ്റമിക് നമ്പർ എത്രയാണ്? 101. അറ്റമിക് നമ്പർ മെന്റലീവിയം 101. ഇപ്പൊ തന്നെ നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള MD ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നത്. എന്നാലും നമുക്ക് EU എന്താണ് എന്നുള്ളത് നോക്കാം. EU യൂറോപ്പിയമാണ്. EU എന്താണ്? യൂറോപ്പിയം. സിംബലുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. യൂറോപ്പിയം അറ്റമിക് നമ്പർ 63. അറ്റമിക് നമ്പർ എത്രയാണ്? 63. HG നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, മെർക്കുറി ആണ് അല്ലെ. HG എന്താണ്? മെർക്കുറി. ആറ്റമിക് നമ്പർ 80 ആണ്. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ചുവടെ കൊടുത്തിരിക്കുന്നവയില് ഏത് മൂലകമാണ് ഒരു ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി MD. MD റെപ്രസെന്റ് മെന്റലീവിയം. മെന്റലീവ് എന്ന് പറയുന്ന ആളുടെ പേരിലാണത് അറിയപ്പെടുന്നത്. അറ്റമിക് നമ്പർ 101 ആണ്. അതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് കൂടെയാണ് അല്ലെ. റേഡിയോ ആക്റ്റീവ് സിന്തറ്റിക് എലമെന്റ്. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചോദ്യം, ശ്വേതരക്താണുക്കളില് ഏറ്റവും വലുപ്പം കൂടിയത് ഏതാണ്? ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മളൊക്കെ അറിയാവുന്ന ഓപ്ഷൻസ് തന്നെയാണ്. സെല്ലുകളെ കുറിച്ച്, വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്നോഫിൽ ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? മോണോസൈറ്റ് ആണ്. ശ്വേതരക്താണുക്കളില് ഏറ്റവും വലുപ്പം കൂടിയത് ഏതാണ്? മോണോസൈറ്റ്. അടുത്ത ചോദ്യം, നെഫ്രോണിന്റെ ഏത് ഭാഗത്തു വെച്ചാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്? നെഫ്രോൺ എന്താണ്? കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. കിഡ്നിയുടെ ഭാഗങ്ങൾ, കിഡ്നി അൾട്രാ ഫിൽട്രേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ. ഗ്ലോമറുലസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫിൽറ്ററിംഗ് യൂണിറ്റ് ഓഫ് ദ കിഡ്നി അല്ലെ. ഗ്ലോമറുലസ് എന്താണ്? ഫിൽറ്ററിംഗ് യൂണിറ്റ് ഓഫ് ദി കിഡ്നി. അപ്പൊ തന്നെ അതിൽ അൾട്രാ ഫിൽട്രേഷൻ എന്ത് ചെയ്യുന്നു? നടക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ഫിൽറ്ററിംഗ് യൂണിറ്റ് ഓഫ് ദ കിഡ്നി ആണ് ഗ്ലോമറുലസ് അല്ലെ. എന്താണ് ഈ ഫിൽറ്റർ ചെയ്യുക അൾട്രാ ഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത്? എന്താണ്? നമ്മളുടെ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ്
blood filtered. Blood is filtered in the kidneys through nephron. Blood ഹാർട്ടിൽ നിന്നും എവിടേക്കാണ് എത്തുന്നത്? കിഡ്നിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് എന്ത് നടക്കുന്നുണ്ട്? പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ, ഹെൻലീസ് ലൂപ്പ് എന്നുള്ളത് അല്ലെ. എന്താണ് ഈ ഹെൻലീസ് ലൂപ്പ്? അതൊരു യു ഷേപ്ഡ് പോർഷൻ ഓഫ് ദ ട്യൂബ്യൂൾ, നമ്മളുടെ കിഡ്നിയുടെ തന്നെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഹെൻലീസ് ലൂപ്പ്. അവിടെ വെച്ചിട്ടാണ് വെള്ളവും സോഡിയം ക്ലോറൈഡിനെയൊക്കെ യൂറിനിൽ നിന്നും എന്ത് നടക്കുന്നത്? റിക്കവർ ചെയ്യുന്നത്. റിക്കവറി ഓഫ് വാട്ടർ ആൻഡ് സോഡിയം ക്ലോറൈഡ് ഫ്രം യൂറിൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്ലോമറുലസിലാണ്. റീനൽ ആർട്ടറി, അടുത്ത ഓപ്ഷൻ ഏതാണ് ഇതിലുള്ളത്? റീനൽ ആർട്ടറി ആണ്. റീനൽ ആർട്ടറിയെ കുറിച്ച് നമുക്കറിയാം, ഇതെന്താണ്? ലാർജ് ബ്ലഡ് വെസൽസ് ആണ് അല്ലെ. ലാർജ് ബ്ലഡ് വെസൽസ് ആണ് that carry blood from heart to kidneys. that carry renal arteries ആണ് ഹാർട്ടിൽ നിന്നും കിഡ്നിയിലേക്ക് എന്ത് കൊണ്ടുപോകുന്നത്? ബ്ലഡ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ റീനൽ ആർട്ടറി അല്ലെ. ലെഫ്റ്റ് റീനൽ ആർട്ടറി ഉണ്ട്, റൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് ഇടത് റീനൽ ആർട്ടറി, വലത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റൈറ്റ് റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നത്? ഹാർട്ടിൽ നിന്നും റൈറ്റ് കിഡ്നിയിലേക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് റീനൽ ആർട്ടറി എന്താ ചെയ്യുന്നത്? ബ്ലഡ് ഹാർട്ടിൽ നിന്നും ലെഫ്റ്റ് കിഡ്നിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ നടത്തുന്നത് ആരാണ്? ഗ്ലോമറുലസ് അല്ലെ. ഗ്ലോമറുലസ് ആണ് എന്ത് നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ. അതായത് ഫിൽറ്റർ ദ ബ്ലഡ് പാസിംഗ് ത്രൂ ഇറ്റ് ആൻഡ് ഇനീഷ്യേറ്റ് യൂറിൻ ഫോർമേഷൻ. ബ്ലഡ് പാസ് ചെയ്യുന്നതിനെ ഫിൽറ്റർ ചെയ്തിട്ട് എന്തിന് തുടക്കം കുറിക്കുന്നു? യൂറിൻ ഫോർമേഷന് തുടക്കം കുറിക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണ്? ഗ്ലോമറുലസിൽ വെച്ചുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. അതിനു മുൻപ് നമുക്ക് എയിം സ്റ്റഡി സെന്റർ. എയിം സ്റ്റഡി സെന്ററിനെ കുറിച്ച് നമ്മൾ എല്ലാ പരസ്യങ്ങളിലും ഒക്കെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. കെറ്ററ്റിനും LPUPക്കും ജനറൽ PSCക്കും ഒക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കെറ്ററ്റില് 450-ലധികം ആളുകളെയും LPUPയില് 250-ലധികം ആളുകളെയും വിജയിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വപ്ന തുല്യമായ ജോലി നേടിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചു. എയിം സ്റ്റഡി സെന്ററിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും എന്താകാം, പങ്കാളികളാകാം. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. അടുത്ത ചോദ്യം, വാതകാവസ്ഥയിലുള്ള ഗ്രഹം ഏതാണ്? വാതകാവസ്ഥയിലുള്ള ഗ്രഹം എല്ലാത്തിലും ജൂപ്പിറ്റർ ഉണ്ട് ഓപ്ഷൻ എ. ബി എന്താണ്? മാർസ്. സി എന്താണ്? മെർക്കുറി. ഡി എന്താണ്? വീനസ്. ഉത്തരം എന്താണ്? ജൂപ്പിറ്റർ ആണ്. വാതകാവസ്ഥയിലുള്ള ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ. കൂടുതലുള്ളത് ഏതാണ്? ഏത് വാതകമാണ് ജൂപ്പിറ്ററിൽ കൂടുതലുള്ളത്? ഹൈഡ്രജൻ അല്ലെ. പിന്നെ 1/4 ഭാഗം എന്തുണ്ട്? ഹീലിയം ഉണ്ട്. 1/4 ഹീലിയവും ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടല്ലേ, അതിന്റെ പിണ്ഡത്തിന്റെ 1/4 ഭാഗം ആരാണ്? ഹീലിയമാണ്. അപ്പൊ കൂടുതലുള്ളത് ആരാണ്? ഹൈഡ്രജനും പിന്നെ ഉള്ളത് ആരാണ്? ഹീലിയമാണ്. പിന്നെ ജൂപ്പിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണ് അല്ലെ. ജൂപ്പിറ്റർ എന്താണ്? വ്യാഴം എന്താണ്? ഏറ്റവും വലിയ ഗ്രഹമാണ്. പിന്നെ അതിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, യൂറോപ്പ ഏതിന്റെ ഉപഗ്രഹമാണ്? യൂറോപ്പ ഏതിന്റെ ഉപഗ്രഹമാണ്? ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമാണ്. വേറെ ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് ജൂപ്പിറ്ററിനുള്ളത്? അയോ, ഗാനിമിഡ്, കാലിസ്റ്റോ. ഇതെല്ലാം എന്താണ്? വലിയ ഉപഗ്രഹങ്ങളാണ്. ജൂപ്പിറ്ററിന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ 4 വലിയ ഉപഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അയോ, പിന്നെന്താണ്? യൂറോപ്പ അല്ലെ. പിന്നെന്താണ്? ഗാനിമിഡ്. ഇതൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഏറ്റവും വലിയ ഉപഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാനിമിഡ് പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? കാലിസ്റ്റോ. ഈ 4 റിലേറ്റഡ് ആയിട്ട്, അത് യൂറോപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുണ്ട്. യൂറോപ്പ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? നമുക്കറിയാം വ്യാഴത്തിന് 80ഓളം പ്രകൃതി ഉപഗ്രഹങ്ങളുണ്ട് അല്ലെ, നാച്ചുറൽ സാറ്റലൈറ്റ്സ്. എത്ര എണ്ണാണുള്ളത്? 80ഓളം നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ ഉപഗ്രഹങ്ങളെ ഒക്കെ ചേർത്തുകൊണ്ട് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഗലീലിയൻ ഉപഗ്രഹങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് പറയുന്ന പേരാണ് ഏതെന്ന്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ ഏതിന്റെ ഉപഗ്രഹങ്ങളെയാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? വ്യാഴത്തിന്റെയാണ്. അപ്പോ വ്യാഴവുമായി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഒന്നെന്താണ്? വാതകാവസ്ഥയിലുള്ള ഗ്രഹം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? യൂറോപ്പ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? പിന്നെ വലിയ ഗ്രഹം ഏതാണ് അല്ലെ? വലിയ ഉപഗ്രഹം എത്ര പ്രകൃതിദത്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളതാണ് ജൂപ്പിറ്റർ. അതിൽ തന്നെ എത്ര പ്രകൃതിദത്തമായിട്ടുള്ളതുണ്ട്? 80 പ്രകൃതി ഉപഗ്രഹങ്ങളുണ്ട്. ചേർന്ന എല്ലാ ഗ്രഹങ്ങളും കൂടി ചേർന്ന് എന്താണ് അറിയപ്പെടുന്നത്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ചെടികൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ചാണ്? പ്രകാശ സംശ്ലേഷണം എന്നുള്ള വാക്ക് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ്. എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്? സസ്യങ്ങൾ സ്വയം ഭക്ഷണം പാചകം ചെയ്യുന്നത് അല്ലെ ഇലകളിലാണ്. ഇലകളിൽ എന്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്? ഹരിത കണങ്ങൾ, ഇതൊക്കെ ക്ലോറോഫിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ച് എന്നുള്ളതല്ല ചോദ്യം. പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം. പ്രകാശഘട്ടം. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്, 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണത്? ഒന്ന് പ്രകാശഘട്ടവും വേറൊരെണ്ണം എന്താണ്? ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടം. അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? ഇരുണ്ട ഘട്ടം. പ്രകാശ സംശ്ലേഷണം നടക്കാൻ ഹരിത കണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് എന്താവശ്യമുണ്ട്? സൂര്യപ്രകാശം ആവശ്യമുണ്ട്. ആ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഹരിത കണങ്ങളാണ്. ഹരിത കണത്തിലെ തന്നെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുന്നത്. അതിൽ ഗ്രാനകളില് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള വർണ്ണകങ്ങളുണ്ട്. വർണ്ണകങ്ങൾ ഹരിതകം എ, ക്ലോറോഫിൽ എ, ഹരിതകം ബി അല്ലെ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ പോലെയുള്ള എന്താണ്? വർണ്ണകങ്ങളുണ്ട്. വർണ്ണകങ്ങൾ ചോദ്യമാണ് കേട്ടോ. വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? വർണ്ണകങ്ങൾ ഹരിതകം എ, ഗ്രാനയിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത്, ഹരിതകം എ. അതുപോലെ തന്നെ ഹരിതകം ബി, കരോട്ടിൻ, കരോട്ടിൻ. പിന്നെന്താണ് പറഞ്ഞത്? സാന്തോഫിൽ അല്ലെ, സാന്തോഫിൽ. ഇത്രയും ഹരിത കണങ്ങൾ നമുക്ക് എവിടെ കാണാം? ഗ്രാനയില് കാണാം. പ്രകാശ സംശ്ലേഷണത്തില് പക്ഷേ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ഹരിതകം എ മാത്രമാണ്. അതും ഒരു കഴിഞ്ഞ കാല ചോദ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതാണ്? ആ വർണ്ണകം ഹരിതകം എ, ഹരിതകം എ. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും അല്ലെ. എന്താണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്? പ്രകാശഘട്ടത്തിൽ പ്രകാശ ഊർജത്തെ രാസോർജമാക്കി മാറ്റാണ്. പ്രകാശഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തിനെ എന്താക്കി മാറ്റുന്നു? രാസോർജമാക്കി മാറ്റി ATP ആയിട്ട് സംഭരിച്ചു വെക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അതും ഒരു ചോദ്യമാണ്. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന മാറ്റം, ഊർജമാറ്റം എന്താണ്? എന്താണ് ഊർജമാറ്റം? പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അതിന്റെ ഉത്തരം കിട്ടി. പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണ്? ഗ്രാനയിൽ
വെച്ചുകൊണ്ടാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചുകൊണ്ടാണ്. അവിടെ നടക്കുന്ന ഊർജമാറ്റം എന്തായിരുന്നു? പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു അല്ലെ. പ്രകാശോർജം എന്തായി മാറി? രാസോർജമായിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് എനർജി എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നതെങ്കിൽ സ്ട്രോമയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഇരുണ്ട ഘട്ടം എവിടെയാണ്? ഹരിതകണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഹരിതഗണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ പ്രകാശ സംശ്ലേഷണവുമായിട്ട് ചോദിക്കാവുന്ന വേറെ ചോദ്യങ്ങള്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി അദ്ദേഹമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. എന്നാൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തു വരുന്നു എന്ന് ജോസഫ് പ്രീസ്ലി കണ്ടെത്തി. ഈ ഓക്സിജൻ വരുന്നത് ജലത്തിൽ നിന്നാണ്. ജലം, സസ്യങ്ങൾ അതിന്റെ വേരിലൂടെ ആരെ വലിച്ചെടുക്കുന്നു എന്ന് നമുക്കറിയാം. ജലം, പ്രകാശ സംശ്ലേഷണത്തിൽ ജലത്തിനും കാർബൺ ഡൈ ഓക്സൈഡിനും സൂര്യപ്രകാശത്തിനും ഒക്കെ റോളുണ്ട് അല്ലെ. അപ്പൊ ഈ ജലത്തിൽ നിന്നാണ് ഈ ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ആളാണ് വാൻ നീൽ അല്ലെ. ആരാണ്? വാൻ നീൽ. വാൻ നീൽ എന്താ കണ്ടെത്തിയത്? ഓക്സിജന്റെ ഉറവിടം, പ്രകാശ സംശ്ലേഷണത്തിൽ നമുക്കുള്ള ഓക്സിജന്റെ ഉറവിടം ആരാണ്? വെള്ളമാണ് എന്ന് കണ്ടെത്തിയതാണ് വാൻ നീൽ. പിന്നെ പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരു ചോദ്യമാണ്, പ്രകാശ സംശ്ലേഷണത്തില് ചാക്രിക രാസ പ്രവർത്തനങ്ങൾ അല്ലെ, ചാക്രിക രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇരുണ്ട ഘട്ടത്തിലാണ് നടക്കുന്നത്. അത് കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ കാൽവിൻ സൈക്കിൾ എന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. മെൽവിൻ കാൽവിനുമായി റിലേറ്റ് ചെയ്ത ചോദ്യം എന്താണ്? ഈ പ്രകാശ സംശ്ലേഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തി നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? നൊബേൽ സമ്മാനം നേടിയത്? മെൽവിൻ കാൽവിൻ ആണ്. ഏതാണ് വർഷം? 1961. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് പഠിച്ച് അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? മെൽവിൻ കാൽവിൻ അല്ലെ. മെൽവിൻ കാൽവിൻ 1961 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ആ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ. പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ള ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രകാശ സംശ്ലേഷണവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരുന്ന മുറയ്ക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക.